ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അറബിക്കം പ്ലാന്റുകളെക്കുറിച്ച് കുറേ പേർക്കൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആൾറെഡി അറബിക്കത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ തീരാത്ത സംശയങ്ങൾ കുറച്ച് പേര് കമൻറ്റിൽ ചോദിച്ചുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. ഇങ്ങനെയാണ് അറബിക്കത്തിൻ്റെ ഫ്ലവറിങ് ഉണ്ടാവുക. ഒന്നാമത്തെ കാര്യമാണ് അത്. കാരണം എല്ലാവരുടെയും വിചാരം മൾട്ടിപെറ്റൽ അറബിക്കങ്ങളൊക്കെ ലഭ്യമാണെന്നാണ്. അല്ല, മൾട്ടിപെറ്റൽ അറബിക്കങ്ങൾ ഇപ്പോൾ നിലവിൽ വളരെ റെയറായിട്ട് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽ വേറെ കളറുകളിൽ വൈറ്റാണ് ലഭ്യമായിട്ടുള്ളത്, അതും റെയറാണ്. ഇപ്പോൾ ഇത് യാക്സോദി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അപ്പോൾ ആ വെറൈറ്റി തന്നെ നമുക്ക് പലതരത്തിലുള്ള കോഡക്സുകൾ കാണാൻ പറ്റും. അതായത് അറബിക്കത്തിൽ കേട്ടോ. യാക്സോദി എന്ന് പറഞ്ഞാൽ ഒരു എനോർമസ് വെറൈറ്റിയാണ്. ഇത് അറബിക്കത്തിലെ സീഡ് പോഡുകൾ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത്. ഇതൊരു കോമ്പാക്ട് വെറൈറ്റിയാണ്. OJ എന്നാണ് ID വരുന്നത്. ഇതും യാക്സോദി എന്ന് പറയുന്ന വെറൈറ്റിയും നല്ല വ്യത്യാസമുണ്ടല്ലേ. അതുപോലെ ഫ്ലവറിൻ്റെ സൈസിൽ മാത്രമേ അറബിക്കങ്ങളിൽ പൊതുവെ വ്യത്യാസം ഉണ്ടാവാറുള്ളൂ. അതുപോലെ തന്നെ ഐഡികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റിൻ്റെ ഘടനയിൽ കൃത്യമായ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഇത് ചടാപ്പിച്ച് എന്ന് പറയുന്ന ഒരു തായ്സോക്കോ വെറൈറ്റിയാണ്. തായ്സോക്കോ വെറൈറ്റികളിൽ കുറച്ചുകൂടി കൂടുതൽ പൂക്കളുണ്ടാവും. അതിൻ്റെ ആം ലെങ്ത്ത്, ബ്രാഞ്ച് ലെങ്ത്ത് വളരെ കൂടിക്കാണും. ഇത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടഡ് സീഡ്സുകൾ ഉണ്ടാക്കിയ പുതിയ 2025 പുതിയ ഇനം അറബിക്കങ്ങൾ നമ്മൾ സീഡിട്ട് മുളപ്പിച്ചതാണ്. ഇത് ഏകദേശം ഒരു 8 മാസം 9 മാസം പ്രായമായിട്ടുണ്ടാവും. അപ്പോൾ ആ പ്ലാന്റുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ആണ് നമ്മൾ നല്ല ക്വാളിറ്റി സീഡ്സ് എപ്പോഴും സെലക്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോൾ അറബിക്കങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വെറുതെ, അതായത് ഒരു നമ്മൾ ഈ പറയില്ലേ ആർക്കും വേണ്ടാത്ത തരത്തിലുള്ള സ്ട്രക്ചറുള്ള അറബിക്കങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള അറബിക്കങ്ങൾക്ക് നല്ല വിലയാണ്. അതായത് ഒരു സീഡിന് തന്നെ ഒരു 60-70 രൂപയോളം വില കൊടുത്താണ് നമ്മൾ ഇത്തരം സീഡുകൾ ഇമ്പോർട്ട് ചെയ്യുന്നത്, തായ്ലൻഡിൽ നിന്നും മറ്റും ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഘടനയിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാൻ സാധിക്കും. ക്വാളിറ്റി പ്ലാന്റ്സിൻ്റെ വ്യത്യാസം കാണാൻ സാധിക്കും. നേരെ മറിച്ച് പലരും ഈ ആർക്കും വേണ്ടാത്തതായി ഈ രീതിയിലുള്ള കണ്ടില്ലേ, ഇത് അറബിക്കൻ തന്നെയാണ് പറയുമ്പോൾ, പക്ഷേ അതൊരു ഘടനയിലും അതിൻ്റെ ഐഡിയയിലും വലിയ പ്രാധാന്യം ഇല്ലാത്തൊരു അറബിക്കുമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള അറബിക്കങ്ങൾ കണ്ടില്ലേ, കോമ്പാക്ട് വെറൈറ്റികൾ, നല്ല മസ്കുലാർ ബ്രാഞ്ചിങ്, നല്ല റൂട്ട്, പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്ന, പെട്ടെന്ന് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റുകൾക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട്. നിലവിൽ നമ്മൾ ഒരു 20-30 രൂപ ആ റേഞ്ചിലാണ് ഇതിൻ്റെ സീഡുകൾ കൊടുക്കുന്നത്. 10 to 20 വരെ സീഡുകളുണ്ട്. പക്ഷേ നല്ല വെറൈറ്റികളാകുമ്പോൾ 20 മുതൽ 30 രൂപ വരെ റേഞ്ചിലാണ് കൊടുക്കുന്നത്. അതേ സെയിം ഐഡിയയിലുള്ള പ്ലാന്റുകൾ നിങ്ങൾ പുറമേയുള്ള തായ്ലൻഡ് സെല്ലേഴ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട്. അതൊരു 60-70 രൂപ വിലയ്ക്കാണ് അവർ കൊടുക്കുന്നത്. നമ്മൾ മദർ പ്ലാന്റ് കാണിച്ചിട്ടാണ് ഇപ്പോഴും സീഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ബേബി പ്ലാന്റ്സ്, അതായത് ഒരു 6 മന്ത് 7 മന്തുള്ള പ്ലാന്റുകൾ നമുക്ക് ഇനി സെയിലിന് വരുന്നുണ്ട്. അത് വരുമ്പോൾ നമ്മൾ ചാനലിലൂടെ തന്നെ അറിയിക്കും. അത്യാവശ്യം നല്ല ഹെവി ബ്ലൂമിങ് ആയിട്ടുള്ള വെറൈറ്റികളാണ്. കണ്ടില്ലേ, ഇതെല്ലാം ഇപ്പോൾ മഴയായതുകൊണ്ട് കുറച്ച് പൂക്കളൊക്കെ കൊഴിഞ്ഞിരിക്കുകയാണ്. നല്ല രീതിയിൽ ബ്രാഞ്ചിങ്ങും നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മൾ അത്യാവശ്യം നല്ല കണ്ടൻറ്റുകളാണ് ചെയ്യുന്നത്. സെയിൽ വീഡിയോസൊക്കെ വളരെ കുറവേ ചെയ്യുന്നുള്ളൂ. വളരെ കുറച്ച് വീഡിയോസേ നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ളൂ. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടീനത്തെക്കുറിച്ചും അറബിക്കത്തെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ മാറുന്നതാണ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.